രണ്ട് ചോദ്യം 4 മാർക്ക്. ചോദ്യം പിടിച്ചോളൂ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ക്യാൻ ദ സിംപ്ലി സ്ട്രക്ചേർഡ് സാൽവീനിയ ആൻഡ് വൂൾഫിയ, സാൽവീനിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ പായലും അതുപോലെ തന്നെ വൂൾഫിയ എന്ന് പറയുന്ന ഈ ഒരു ചെടിയും, ഈ രണ്ട് ചെടികളെയും ക്ലാസിഫൈഡ് അണ്ടർ ദ സെയിം ജീനസ്, നമുക്ക് ഒരേ ജീനസിൽ ഉൾപ്പെടുത്താനാകുമോ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ രണ്ടും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സസ്യമാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ വസിക്കുന്ന, വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടന്നിട്ടാണ് ആര് വളരുക? വൂൾഫിയയും അതുപോലെ തന്നെ സാൽവീനിയയും വളരുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരേ കുടുംബത്തിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്, ഒരേ ജീനസിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർ രണ്ടുപേരും എവിടെയാണ് വളരുന്നത്? വെള്ളത്തിലാണ് വളരുന്നത്. വെള്ളത്തിൽ എങ്ങനെയാണ് വളരുന്നത്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാണ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, ഇത് രണ്ടും ഒരേ ടീമാണ് തോന്നും. പക്ഷേ അവർ രണ്ടും എന്തല്ല, ഒരേ ടീമല്ല. അവർ നമുക്കൊരിക്കലും ഒരേ സെയിം ജീനസിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു മോഡേൺ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് പ്രകാരം ദേ ഡു നോട്ട് ഈവൻ ബിലോങ് ടു ദ സെയിം ഫാമിലി, അവർ ഒരേ ഫാമിലിയിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരേ ജീനസിലും പെടൂല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദ നോൺ ഫ്ലവറിങ് സാൽവീനിയ ഒരു നോൺ ഫ്ലവറിങ് ആണ്, എന്ന് വെച്ചാൽ അപുഷ്പിയാണ്, സ്വന്തമായിട്ട് പുഷ്പിക്കില്ല. അപുഷ്പിയായിട്ടുള്ള ആഫ്രിക്കൻ പായൽ ഏതുപോലെ അസോള പോലെ ഒരു അപുഷ്പിയാണ്, അല്ലെങ്കിൽ നോൺ ഫ്ലവറിങ് ആണ്. ആര്? സാൽവീനിയ അല്ലെങ്കിൽ ആഫ്രിക്കൻ പായൽ. ഈ ചെടി ഉണ്ടല്ലോ, അത് ഫ്ലവേഴ്സിന് ഉണ്ടാക്കൂല, പുഷ്പിക്കില്ല. അതുകൊണ്ട് അത് വരുന്ന ഫാമിലി സാൽവീനിയേഷ്യ ഫാമിലിയാണ്. സാൽവീനിയ ഏത് ഫാമിലിയിലാണ്? സാൽവീനിയേഷ്യ ഫാമിലി. എന്നാൽ വോൾഫിയ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അതെന്താണ്? അതൊരു സപുഷ്പിയാണ്. ഇത് പൂക്കളെ നിർമ്മിക്കും, അല്ലെങ്കിൽ പൂക്കളെ ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും വോൾഫിയ എന്താണ്, നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഫാമിലിയിലെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ആ ഫാമിലിയെ വിളിക്കുന്ന പേരാണ് അരേഷി ഫാമിലി. എന്ത് ഫാമിലി? അരേഷി ഫാമിലി. ആന്തൂറിയൊക്കെ ആ ഒരു ഫാമിലിയിലുള്ള മെമ്പറാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മുടെ വോൾഫിയ ഒരു നോൺ ഫ്ലവറിംഗ് ആണ്, അതേസമയം സാൽവീനി എന്താണ്? നോൺ ഫ്ലവറിംഗ് ആണ്. അപ്പൊ നമുക്ക് അവർ രണ്ടാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ രണ്ടാളും എന്തിൽ വരാത്തത്? സെയിം ജീനസിൽ വരാത്തത്. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്തിരുന്നു? സെയിം ജീനസിൽ വന്നിരുന്നു. കാരണം അവർ വെള്ളത്തിലാണല്ലോ ജീവിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അതിന്റെ പൂവാണ്, അതിന്റെ ഫ്ലവർ ആണ്. കാരണം അതാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ആ ഒരു കാര്യത്തിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഒരേ ജീനസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വോൾഫിയ എന്താണ്? വോൾഫിയ സപുഷ്പിയാണ്, അതേസമയം സാൽവീനി എന്താണ്? അപുഷ്പിയാണ്, നോൺ ഫ്ലവറിംഗ് ആണ്. ഈ വോൾഫിയാണ് ഏറ്റവും ചെറിയ പൂട്ട്, ലോകത്തിലെ ഏറ്റവും ചെറിയ പൂ വോൾഫിയാണ്. ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത്, മെൻഷൻ കാൾവൗസ് 6 കിങ്ഡം. കാൾവൗസിന്റെ 6 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇതും 2 മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ കാൾവൗസിന്റെ 6 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം, നമുക്ക് ആദ്യം നമ്മൾ 5 കിങ്ഡം പഠിച്ചിട്ടുണ്ട്, വിറ്റാക്കറിന്റെ 5 കിങ്ഡം. ഓക്കെ, അതേതായിരുന്നു? കിങ്ഡം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അപ്പൊ അതിൽ ആരെയാണ് ക്ലാസിഫൈ ചെയ്തത്? മൊനീറിനെയാണ് ആര് ക്ലാസിഫൈ ചെയ്ത്? കാൾവൗസ് ക്ലാസിഫൈ ചെയ്ത്. മൊനീറിനെ ക്ലാസിഫൈ ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? കിങ്ഡം ആർക്കി ബാക്ടീരിയ എന്നും കിങ്ഡം യു ബാക്ടീരിയ എന്നും. പിന്നെ ഓൾറെഡി ഉള്ള മറ്റു 4 കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. അങ്ങനെ ടോട്ടൽ എത്ര കിങ്ഡം? 6 കിങ്ഡം. ആ 6 കിങ്ഡത്തിനെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ആർക്കി, യു, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ മുത്തുമണികൾ. ഹു ഇൻട്രൊഡ്യൂസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ആരാണ് 5 കിങ്ഡം വർഗീകരണം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. സോ സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.